ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിവ്യൂലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ ഇതാ വിക്രമിൻ്റെയും വേദയുടെയും കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വിക്രമും വേദയാവട്ടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ആയതുപോലെ വളരെ അതിമനോഹരമായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തനിക്ക് വീണ്ടും ഒരു പുതിയ ജീവിതം ലഭിക്കുന്നെന്ന സന്തോഷത്തിലാണ് വേദ. പക്ഷേ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് വിക്രമത്തെ കാണിക്കുന്നത്. വിക്രം ഒട്ടും സാറ്റിസ്ഫാക്ഷനിലല്ല. മാത്രമല്ല വിക്രമിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എല്ലാവരുടെയും, അതായത് കുടുംബക്കാരെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ ആഘോഷം നടത്തുമ്പോൾ താൻ ഇനി അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബക്കാർക്ക് തന്നെ മോശമായി ഭവിച്ചേക്കാം എന്ന് വിക്രമിനെ അറിയുന്നതുകൊണ്ട് തന്നെ വിക്രം ഈ ഒരു പരിപാടി കഴിയുന്നതുകൊണ്ട് മാത്രം നമ്മൾ രണ്ടാളും ഭാര്യ ഭർത്താവ് ആകില്ലല്ലോ, വേദ പറഞ്ഞ പോലെ ജീവിച്ച് കാണിക്കുന്നില്ല കാര്യം. അങ്ങനെ ഒരു നിലപാടിൽ തന്നെ ശരി എന്തായാലും ഈ ഒരു പരിപാടി നടത്താമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ബട്ട് അപ്പോഴാണ് മറ്റൊരു ദുരന്തം കൂടെ നമ്മുടെ വേദയുടെ ജീവിതത്തിലേക്ക് പെയ്തു വരുന്നത്. വേദ തന്നെ പറയുന്നുണ്ട്, അന്ന് വിക്രമിൻ്റെ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന ദിവസം മുതൽ തൻ്റെ മനസ്സിൽ ഒരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, അത് നിൽക്കുന്നതേ ഇല്ല. നാളത്തെ, അതായത് ഇന്നത്തെ ഈ ഒരു പരിപാടി കഴിയുന്നതോടുകൂടിയെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവും താൻ വിചാരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കുമാണ് അടുത്തൊരു ദുരന്തം നമ്മുടെ വേദയെ തേടി വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വേദയുടെ അച്ഛന് ഒരു ചെറിയ മൈൽഡ് അറ്റാക്ക് ഉണ്ടാവുകയാണ് കേട്ടോ. അദ്ദേഹം എന്താ പറയുക, അതായത് തൻ്റെ വീട്ടിലാണ്. ബട്ട് അയാൾക്ക് തൻ്റെ മകളെക്കുറിച്ച് വേദയെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു വേദയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം എന്താകുമെന്നും അതുപോലെ തന്നെ ഇനി ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ആലോചിച്ചിട്ട് അയാൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അവളുടെ ഓരോ പ്രവർത്തികളും അച്ഛൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യം അവൾക്കില്ലല്ലോ. ഒരു താലിയുടെ പേരിൽ അവൾ വന്നിട്ട് ഒരു ഗുണ്ടയുടെ വീട്ടിൽ പോയി താമസിക്കുക, അവിടെ പോയി കഷ്ടപ്പെടുക, നമ്മളെ ഈ കുടുംബക്കാരെ ആരും വേണ്ടെന്ന് വെക്കുക, ഇതിൻ്റെ ആവശ്യമൊന്നും വേദിക്ക് ഉണ്ടായിരുന്നില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം തന്നെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ വേദയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അതൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം വളരെയധികം ടെൻഷനാണ്. ഇപ്പോൾ കല്യാണം വേറെ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം അവിടെ, അതായത് വിക്രമിൻ്റെ വീട്ടിലുള്ളവരുടെ മനസ്സും സാഹചര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക, എന്ന ശേഷം എന്താണെന്ന് പറഞ്ഞ് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരു ചെറിയ ടെൻഷനുണ്ട്. അതായത് അവർ വേദയെ സ്വീകരിച്ചിട്ടുണ്ടാവുമോ, അതായത് വേദയെ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടാവുമോ, അങ്ങനെ കുറേ ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ വേദയുടെ അച്ഛൻ. അങ്ങനെ പലതും ചിന്തിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് അയാൾക്കൊരു പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നുണ്ട്. ഭയങ്കര സ്ട്രെസ്സായിട്ട് നെഞ്ചുവേദന കൊണ്ട് അങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീഴാണ്. അപ്പോൾ അവിടെയുള്ള സെർവൻസൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് ദീപ്തിയെ ശ്രീകാന്ത് വിവരം അറിയിക്കുന്നത്, അച്ഛനിങ്ങനെ അറ്റാക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് ഇവിടെ എല്ലാവരും വളരെ ടെൻഷൻ അടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മണ്ഡപത്തിൽ നിൽക്കില്ലല്ലോ എല്ലാവരും തന്നെ, അതായത് ഭാര്യയും ദീപ്തിയും അച്ഛനും എല്ലാവരും തന്നെ മകനെ കാണാനും ഭർത്താവിനെ കാണാനായിട്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഓടി പോവാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് വേദയെ സംബന്ധിച്ചിടത്തോളം വേദയ്ക്ക് ഈ ഒരു ആഘോഷത്തെക്കാൾ മുഖ്യം. കാരണം തന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോലും തയ്യാറാത്ത ഒരാളുടെ കൂടെ ഒരു പരിപാടിക്ക് നിൽക്കുകയാണ്. പക്ഷേ അച്ഛൻ എത്രത്തോളം വഴക്ക് പറഞ്ഞാലും ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞാലും അച്ഛനോടുള്ള സ്നേഹം ഒരിക്കലും വേദയ്ക്ക് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വേദ തൻ്റെ അച്ഛൻ്റെ അടുത്ത് താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയിൽ നിന്ന് ഇറങ്ങി ഓടി പോവുകയാണ് കേട്ടോ. ഞാനും അവരുടെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേദ ഇറങ്ങി പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് എങ്ങനെയാണ് വേദ വീണ്ടും വിക്രമിലേക്ക് ഒന്ന് ചേരാമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്